നമസ്കാരം. നമ്മൾ ഇന്ന് ഭൂമിയിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള ജീവജാലങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൻ്റെ അകത്ത് 30% നമ്മൾ മനുഷ്യർ തന്നെയാണ്. പിന്നീടുള്ളൊരു 60% ജീവജാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങളാണ്. അതായത് കോഴി, പന്നി, പോത്ത്, പശു അങ്ങനെയുള്ള മൃഗങ്ങളാണ്. ഒരു 10% മാത്രമേ ഉള്ളൂ ഇന്ന് വനത്തിൽ ജീവിക്കുന്ന വന്യജീവികൾ. എന്തുകൊണ്ടായിരിക്കാം ഇത്ര വലിയൊരു ഗ്യാപ്പ് ഈ കണക്കുകൾ തമ്മിൽ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് അതൊന്ന് അന്വേഷിച്ച് നോക്കാം. ശരിക്കും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒക്കെ ഈ കണക്കിൽ ഇത്ര വലിയ അന്തരം വരാനുള്ള പ്രധാനമായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൃഗങ്ങളുടെ വംശനാശവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതായത് പണ്ട് കാലങ്ങളിൽ, അതായത് നമ്മുടെ പൂർവികരെല്ലാം വനത്തിലൂടെ ഭക്ഷണം തേടി അലഞ്ഞ് വേട്ടയാടിയൊക്കെ നടന്ന കാലഘട്ടങ്ങളിൽ അവർ ആരാധിച്ചിരുന്നത് പ്രകൃതിയാണ്. അവർ വിശ്വസിച്ചിരുന്നത് പ്രകൃതിയിലുള്ള എല്ലാ മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം തുല്യ സ്ഥാനമാണ്. അവരിൽ കഴിഞ്ഞും പ്രാധാന്യമൊന്നും മനുഷ്യരുള്ളതായിട്ട് അവർ ചിന്തിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പ്രകൃതിയെല്ലാം സംരക്ഷിച്ച് തന്നെയായിരുന്നു പോകുന്നത്. കാരണം അവർ മറ്റ് മൃഗങ്ങളെയും മറ്റ് എല്ലാ കാര്യങ്ങളെയും റെസ്പെക്റ്റ് ചെയ്ത് ജീവിച്ചൊരു കൂട്ടരാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പൂർവികർ. കാരണം അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? അവർ ഈ പ്രകൃതിയെ തന്നെ ആരാധിച്ച് പ്രകൃതിയുടെ ശക്തിയെ തന്നെ പ്രാർത്ഥിച്ചൊക്കെ ജീവിച്ച ആളുകളായിരുന്നു. പക്ഷേ പിന്നീട് മനുഷ്യൻ കൃഷിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നു. അതായത് മനുഷ്യൻ്റെ വിശ്വാസങ്ങളൊരു വലിയ രീതിയിൽ തന്നെ മാറി. അതായത് ഈ പ്രകൃതി ആരാധിക്കുന്ന വിശ്വാസം അതിൽ നിന്നെല്ലാം മാറി ഏകദൈവങ്ങളുള്ള മതങ്ങൾ മനുഷ്യർ സൃഷ്ടിച്ചു. ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികളും ഇസ്ലാമും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ഒറ്റ ദൈവത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയോടുകൂടിയാണ് നമ്മുടെ ഈ പ്രകൃതിയിൽ ഇത്രയും വലിയൊരു ഇൻബാലൻസ് വന്നത്. അതായത് മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇണക്കി വളർത്തുമ്പോൾ അറിയാം മനുഷ്യൻ ഈ മൃഗങ്ങളോടൊക്കെ ഒരുപാട് വലിയ ക്രൂരതയൊക്കെ ചെയ്തിട്ടാണ് ഇണക്കി വളർത്തിയത്. നമ്മളത് മുമ്പ് പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാവബോധമൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൊണ്ടുപോയി പഴി ചാരിക്കൊണ്ടിരുന്നത് ഈ ഏകദൈവമുള്ള മതവിശ്വാസങ്ങളിലായിരുന്നു. അതിനെ കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, ഏകദൈവം എന്ന കൺസെപ്റ്റ് വന്നതിന് ശേഷം ഈ പ്രപഞ്ചത്തിൽ 2 പ്രധാന ശക്തികൾ മാത്രമായി ചുരുങ്ങി. അതായത് ദൈവങ്ങളും മനുഷ്യരും. എന്നിട്ട് മനുഷ്യർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവങ്ങൾ മനുഷ്യരെ ഈ പ്രകൃതിയുടെ നായകനാക്കി സ്ഥാപിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് പ്രകൃതിയിലുള്ള മറ്റ് മൃഗങ്ങളിലും മറ്റ് വൃക്ഷങ്ങളിലും എല്ലാ സോഴ്സിനും മേളിലുള്ള ഒരു ഹീറോ പരിവേഷം നമ്മൾ മനുഷ്യർ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ മനുഷ്യനൊരു പരിധിയില്ലാതെ തന്നെ മറ്റ് മൃഗങ്ങളെയെല്ലാം ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇതിന് ശേഷമാണ്. കാരണം അതിനുള്ള അധികാരം ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മതങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അതായത് ദൈവം കഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ടത് ഭൂമിയിൽ മനുഷ്യൻ മാത്രമാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് എന്ന രീതിയിലാണ് ഈ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു മരം കൂടുതൽ ഫലം തരണം എന്നുണ്ടെങ്കിൽ, അതെങ്കിൽ നമ്മുടെ പശുക്കൾ കൂടുതൽ പാല് ചുരത്തണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ മഴ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൃഷി സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യർ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ദൈവം ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു തരും മനുഷ്യന് വേണ്ടിയിട്ട്. അപ്പോൾ മനുഷ്യൻ പകരമായി തനിക്ക് കിട്ടുന്ന വിളകളിൽ നിന്നൊരു ഭാഗം ഈ ദൈവങ്ങൾക്ക് കൊടുക്കും. അതുപോലെ മൃഗങ്ങളെ ബലി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി, അതായത് കൊടുക്കൽ വാങ്ങൽ ഉടമ്പടിയാണ് ദൈവവും മനുഷ്യനും തമ്മിൽ നിലനിന്നത്. അപ്പോൾ ഇത് മനുഷ്യന് കൂടുതൽ ലൈസൻസ് തന്നു. അതായത് ഒരു ലിമിറ്റഡ് അല്ലാത്ത രീതിയിൽ തന്നെ എല്ലാ റിസോഴ്സുകളും ഉപയോഗിക്കാനുള്ള കൂടുതൽ ലൈസൻസ് തന്നു. അതിനുശേഷമാണ് ഈ വന്യജീവികളിലും മറ്റും പ്രകൃതിയിലും ഒക്കെ ചൂഷണങ്ങളൊക്കെ കൂടിയതും അതുപോലെ തന്നെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തതായി മാറിയതൊക്കെ അതിന് ശേഷമാണ്. ഈ പ്രകൃതിയിലുള്ള അന്തരങ്ങൾക്കുള്ള പ്രധാന കാരണം ഈ ഏകദൈവ വിശ്വാസമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിന് വീണ്ടും മാറ്റം വന്നു. സയൻസും ടെക്നോളജിയും മറ്റ് കാര്യങ്ങളെല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയാവോ? അവർ ആദ്യം തന്നെ ദൈവത്തെ എല്ലാം നിശബ്ദരാക്കി മാറ്റി എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ
മരങ്ങൾ കൂടുതൽ പഴം തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പശുക്കൾ കൂടുതൽ പാൽ ചുരത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും മഴ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതല്ല നമ്മുടെ കൃഷി മറ്റ് കീടാണുക്കളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ വന്ന് നശിപ്പിച്ച് കളയാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമെല്ലാം മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചു. മനുഷ്യൻ അതിനുള്ള സയൻസും ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യന് ദൈവങ്ങളുടെ സഹായമൊന്നും വേണ്ട ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നിശബ്ദമാക്കപ്പെട്ടത് ദൈവങ്ങളെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത് മനുഷ്യനെ മാത്രം പരിഗണിച്ചാണ്. ദൈവങ്ങൾക്ക് പോലും ഇവിടെ പ്രസക്തിയില്ല. ഇപ്പോഴും ഒരുപാട് മനുഷ്യർ ഈ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എന്നാലും അവരുടെ ഉള്ളിൽ അറിയാം ഇതൊക്കെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കെട്ടുകഥകളാണ്, ഇതിനൊന്നും അർത്ഥമില്ല എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പലരും. പക്ഷേ ഭയം കാരണം ആരും അത് പുറത്തോട്ട് പറയാനോ ഈ പറഞ്ഞ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തോട്ട് വരാനോ തയ്യാറാവാത്തതാണ്. എന്തായാലും ഇന്നത്തെ കാലത്ത് ദൈവങ്ങളെല്ലാം നിശബ്ദരാണ്. കാരണം അവർക്ക് വലിയ പവറൊന്നുമില്ല. ഇപ്പോൾ മനുഷ്യൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത്. പിന്നെ ദൈവങ്ങൾ വരെ നിശബ്ദമായ ഈ കാലഘട്ടത്തിൽ മൃഗങ്ങൾക്ക് എന്താണ് പ്രസക്തിയുള്ളത്? അപ്പോൾ മൃഗങ്ങളുടെയൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യരാണ് അതിൻ്റെ അകത്ത് പല പല പരീക്ഷണങ്ങൾ നടത്താനും അത് എന്തൊക്കെ രീതിയിൽ വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുമുള്ള അധികാരം ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം കുറഞ്ഞു പോകുന്നത് ഈ പറഞ്ഞ വന്യജീവികളും മനുഷ്യന് മരിക്കാൻ കഴിയാത്തതും മനുഷ്യന് ആവശ്യമില്ലാത്തതായ ജീവികളുടെയൊക്കെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. കുറച്ച് കാലങ്ങൾ കൂടി കഴിയുമ്പോൾ മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കളും മാത്രമായി ഈ ഭൂമി മാറും, ഈ പ്രപഞ്ചം മാറും. അങ്ങനെയാണ് നമ്മുടെ കാലത്തിൻ്റെ പോക്ക്. ഈ പ്രകൃതിയിലുണ്ടാകുന്ന പല അന്തരങ്ങൾക്കും നമ്മുടെ മതവിശ്വാസങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.